വാറന്റ് ഇല്ലാതെ പോലീസിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? യെസ്, അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ആൻ ഒഫൻസ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എനി ആക്ട് വിച്ച് ഇസ് ഫോർബിഡൻ ബൈ ലോ. നമ്മുടെ നിയമം ചെയ്യരുതെന്ന് പറയുന്ന ഏതൊരു പ്രവൃത്തിയും ഒഫൻസ് ആണ്. അങ്ങനെ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ ഈ ഒഫൻസസിനെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ ബേസിക്കലി 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോഗ്നിസബിൾ ആൻഡ് നോൺ കോഗ്നിസബിൾ ഒഫൻസസ്, ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ, കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസസ്. ഇന്ന് നമുക്ക് കോഗ്നിസബിൾ ഒഫൻസസ് നോക്കാം. മർഡർ, റേപ്പ്, കിഡ്നാപ്പിംഗ് ഇതെല്ലാം വളരെ സീരിയസ് നേച്ചറിലുള്ള കുറ്റങ്ങളായതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു ക്വിക്ക് ആക്ഷൻ അത്യാവശ്യമാണ്. സോ ഇത്തരമൊരു കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചാലുടൻ വാറന്റ് ഇല്ലാതെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാനും പോലീസിന് അധികാരമുണ്ട്. FIR മാൻഡേറ്ററി ആണ്. 3 വർഷമോ അതിലും മുകളിലോ ഇംപ്രിസൺമെന്റ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പൊതുവെ ഈ കോഗ്നിസബിൾ ഒഫൻസസിൽ ഉൾപ്പെടുന്നത്. സോ കോഗ്നിസബിൾ ഒഫൻസസ് ആർ ജനറലി ഓഫ് സീരിയസ് നേച്ചർ, അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്, ഇൻവെസ്റ്റിഗേറ്റ് വിത്തൗട്ട് പ്രയർ അപ്രൂവൽ. റൈറ്റ്? ഇനി അപ്പം നോൺ കോഗ്നിസബിൾ ഒഫൻസസ് എന്തായിരിക്കും? വാറന്റ് ഇല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഇല്ലാത്ത ഒഫൻസസ് ആണത്. കമ്പാരിറ്റീവ്ലി ലെസ് സീരിയസ് ആയിട്ടുള്ള ചീറ്റിംഗ്, ഡിഫമേഷൻ എല്ലാം ഇതിൽ ഉൾപ്പെടും. FIRന്റെ ആവശ്യമില്ല. 3 വർഷത്തിൽ താഴെ ശിക്ഷയോ ഫൈനോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണവ. ഐ റിപ്പീറ്റ്, നോൺ കോഗ്നിസബിൾ ഒഫൻസസ് ആർ ഓഫ് ലെസ് സീരിയസ് നേച്ചർ, പോലീസ് cannot arrest without warrant, requires permission to begin investigation. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 2Gയിൽ കോഗ്നിസബിൾ ഒഫൻസസും സെക്ഷൻ 2Oയിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസസും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൂടാതെ BNSSന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കൃത്യമായി ഈ 2 തരത്തിലുള്ള ഒഫൻസസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് ഒഫൻസസിനെ കുറിച്ച് അറിയാൻ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.